അടുത്തത് പാത്രിയർക്കീസ് ബാവായുടെ മലങ്കര സഭയിലുള്ള സ്ഥാനം. ഇതേപ്പറ്റി പറയുമ്പോൾ ഈ പാത്രിയർക്കീസ് ബാവ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അന്ത്യോക്യൻ പാത്രിയർക്കീസ്, അല്ലെങ്കിൽ അന്ത്യോക്യ സിംഹാസനം ഇല്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് നിലനിൽപ്പില്ല. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് എക്സിസ്റ്റൻസ് ഉണ്ടാവുകയില്ല. എക്ലീഷ്യാസ്റ്റിക്കൽ എക്സിസ്റ്റൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സിസ്റ്റൻസ് ഉണ്ടാകാം, പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവാം, രാഷ്ട്രീയമായ നിലനിൽപ്പുണ്ടാകാം, സംഘടനാപരമായ നിലനിൽപ്പുണ്ടാകാം, ഓർഗനൈസേഷണൽ എക്സിസ്റ്റൻസ്, സ്ഥാപനപരമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സിസ്റ്റൻസ്. കാരണം അവിടെ കോളേജുണ്ട്, ആശുപത്രിയുണ്ട്, പോളിടെക്നിക് ഉണ്ട്, നേഴ്സിംഗ് സ്കൂളുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, കൊഞ്ചുണ്ട്, കരിമീനുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോ എന്തുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് എക്സിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ എക്ലീഷ്യാസ്റ്റിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. കാരണം മലങ്കര സഭയുടെ നിലനിൽപ്പ്, മലങ്കര സഭ എവിടുന്നാണ് നിർവചിക്കപ്പെടുന്നത്? എവിടുന്നാണ് അത് ഡിറൈവ് ചെയ്തു വന്നിരിക്കുന്നത്? ചുമ്മാ അവിടെ ഇവിടെ ഇരുന്ന് കഥ പറയുമ്പോൾ തോമസ് ലീഹ വന്നു എന്നൊക്കെ പറയാം എന്ന് ഉണ്ടെങ്കിലും ഇതൊരു സുറിയാനി സഭയാണ്. AD 34 അന്ത്യോക്യയിൽ സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ നിന്നുള്ള പിന്തുടർച്ച, പൗരോഹിത്യം, ശ്ലൈഹിക പിന്തുടർച്ച, ഇതിലാണ് ഈ സഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതൊരു പൗരാണിക അപ്പോസ്തോലിക സഭയായിരിക്കുന്നത്. ഇതിൽ നിന്ന് മാറി അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സിനെ ഞാൻ ചലഞ്ച് ചെയ്യാണ്. നിങ്ങളെ കൊണ്ട് പറ്റുമോ? ആ ഭരണഘടനയുടെ 1-ാം ക്ലോസ് അതാണ്. അത് വട്ടശ്ശേരിയുടെ ഒരു ചതിയായിരുന്നെന്നും അതൊരു സാമർഥ്യമായിരുന്നെന്നും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ തന്നെ ഒരു പുരോഹിതൻ, 82 വയസ്സ് ഉള്ള വളരെ ആദരണീയനായ ഇടയനാൽ എന്ന് പറയുന്ന അച്ഛൻ തന്നെ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ സാമർഥ്യമായിട്ടാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്, എങ്കിലും അറിയാതെ അദ്ദേഹം ഒരു സത്യം പറഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദിബുദ്ധിമാനും ദീർഘദൃഷ്ടിയുള്ളവനുമായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ബുദ്ധിതന്ത്രമാണ് ആ വാക്യങ്ങളിലുള്ളത്. കണ്ടാൽ എല്ലാം പാത്രിക്ക് സ്ഥാനത്ത് തോന്നും, പഠിച്ചാൽ ഒരധികാരവും ഇല്ലാത്തവനായിട്ടും വരും. കാരണം നമ്മൾ മറ്റൊരു സഭയുണ്ടാക്കിയെന്ന് വരാൻ പാടില്ല എന്ന്. നമ്മൾ മറ്റൊരു സഭയുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കേസിൽ നമ്മൾ തോറ്റുപോകും. കേസിൽ തോറ്റുപോകുന്നല്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വരും. വട്ടശ്ശേരിയുടെ ചതിയായിരുന്നു പാത്രിക്കീസിന്റെ പേര് ഭരണഘടനയെ കൊടുത്തത്. കാരണം സുറിയാനി സഭയിൽ നിന്ന് ഇതരമായ ഒരു സഭയാണെന്ന് വന്നാൽ കേസിൽ തോറ്റുപോകും. ഇടയനാച്ചൻ പറയുന്നുണ്ടോ? തോറ്റുപോകും. പാത്രിക്കീസ് ബാവായുടെ പേര് ഭരണഘടനയിൽ നിന്ന് മാറ്റുന്ന നിമിഷം 2017 കോടതി വിധി അസ്ഥിരമാകും, 1995 കോടതി വിധി അസാധുവാകും, 1958 വിധി പോലും നഷ്ടമാകും. അപ്പൊ ഈ കോടതി വിധികളെ മുഴുവൻ നഷ്ടമാക്കുന്ന, അസാധുവാക്കുന്ന, അസ്ഥിരമാക്കുന്ന ഒരു നടപടിയായിരിക്കും അത്. പാത്രിയർക്കീസ് ബാവായെ വിട്ട്, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ വിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്ന കഞ്ഞിക്കുഴി കേന്ദ്രമായിട്ടുള്ള ആ വിഭാഗത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിന്തിക്കുന്ന, വർക്ക് ചെയ്യുന്ന തലച്ചോറുള്ള അവിടുത്തെ മെത്രാന്മാർക്ക് അത് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പറയുന്നത് നമുക്ക് യോജിച്ചു പോകണം. ഈ യോജിപ്പ് വേണമെന്ന് പറയുന്നത് യാക്കോബായ സഭയുടെ ഗതികേടല്ല, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നിവൃത്തികേടാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് നിലനിൽപ്പില്ല. പിരിഞ്ഞാൽ ആര് നിലനിൽക്കും? പിരിഞ്ഞാൽ യാക്കോബായ സഭ നിലനിൽക്കും, ഓർത്തഡോക്സ് വിഭാഗത്തിന് നിലനിൽപ്പില്ല, എക്സിസ്റ്റൻസ് ഉണ്ടാവുകയില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാക്കോബായ വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗവും രണ്ടായിട്ട് പിരിഞ്ഞാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ബിലീവേഴ്സ് ചർച്ചിന്റെ സ്റ്റാറ്റസ് ഉണ്ടാവുകയുള്ളൂ, എക്ലീഷ്യാസ്റ്റിക്കലി. ഞാൻ വീണ്ടും പറയാം, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബായ വിഭാഗവും രണ്ടായിട്ട് പിരിഞ്ഞാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ബിലീവേഴ്സ് ചർച്ചിന്റെ സെയിം സ്റ്റാറ്റസിലായിരിക്കും. ബിലീവേഴ്സ് ചർച്ചിന് എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നല്ല സ്റ്റാറ്റസ് ആണ്. ആ ഒരു സ്റ്റാറ്റസ് ഉണ്ടാകത്തുള്ളൂ. പുരാതന സഭയാവില്ല, പൗരാണിക സഭയാവില്ല.
അപ്പോസ്തോലിക സഭയാവില്ല. അതാവണമെങ്കിൽ ഈ പാത്രിയർക്കീസിന്റെ പേര് പിടിക്കണം. നിന്റെ പേര് മാത്രം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ആ നാമം കൊണ്ട് ഞങ്ങളുടെ നഗ്നതയെ മറയ്ക്കാം. ഇപ്പൊ പാത്രിയർക്കീസിന്റെ നാമം കൊണ്ട് നഗ്നതയെ മറയ്ക്കുക എന്നതിനപ്പുറത്ത് പാത്രിയർക്കീസിനെ ഒന്നിലും ഇടപെടുത്തുവാൻ ഇവർ ആഗ്രഹിക്കുന്നതിൽ ഇടപെടുത്തണമെന്ന് എനിക്കും താല്പര്യമില്ല, ആഗ്രഹമില്ല. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു കേരളീയനോ മലയാളിയോ ഒന്നും അല്ല. അദ്ദേഹത്തെ ഇവിടുത്തെ മലങ്കര സഭയുടെ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരു യാക്കോബക്കാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇത്രയും നാളെ പരിശുദ്ധ സിംഹാസനത്തെ എവിടെ നിന്നാണ് നമുക്ക് ഇതൊരു ഓർഗനൈസേഷൻ അല്ലല്ലോ, ഇതൊരു ആത്മീകമായി ചിന്തിക്കുന്ന സഭയല്ലേ. ആ സഭയ്ക്ക് ആത്മീക നൽവരങ്ങൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? അപ്പൊ അത് ആത്മലോകവുമായി ബന്ധപ്പെട്ടാണ്, അദൃശ്യ ലോകവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ പരിശുദ്ധ സിംഹാസനത്തെ ഒഴിവാക്കിയിട്ട് ഒരു നിലനിൽപ്പില്ല. അത് തന്നെയാണ് ചിങ്ങവനത്ത് സംഭവിക്കുന്നത്.